നമ്മൾ ഇന്നലെ ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പം വണ്ടി കുറച്ച് ഇങ്ങോട്ട് കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കയറാനായിട്ട് പോവാണ്. പൂക്കളെല്ലാം കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നല്ല ഇവിടെ ഫുള്ള് ഫ്രണ്ടിലും പുറകിലും എല്ലാം ഫുള്ള് ഈ ചെടിയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെ ഇവിടെ മൊത്തം പൂക്കളാണ്. അതുപോലെ തന്നെ ഇതൊരു ചെമ്പരത്തി പോലത്തെ സംഭവം. എനിക്ക് തോന്നുന്നു ഇത് വിരിയുന്ന സമയത്ത് മഞ്ഞ, അത് കഴിഞ്ഞ് റെഡായിട്ടാണ് ഉണങ്ങി പോകുന്നത്. വെറൈറ്റി അല്ലേ? പരിപ്പൊക്കെ ഓറഞ്ചും മഞ്ഞ അങ്ങനത്തെ കളറൊക്കെ ഇല്ലേ, റെഡ് വരെ കാണുന്നുണ്ട്. പക്ഷേ ഇത് പർപ്പിളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹൈഡ്രഞ്ചാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതിങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങുമ്പോൾ തന്നെ വെള്ളത്തിൽ വെച്ചാൽ അത് വീണ്ടും പഴയതുപോലെ നല്ല ഉണർവോടെ വരും. പുതിയ ചെടി ഉണ്ടാകും, നല്ല ഉണർവോടെ വരും. നിറച്ചുണ്ട് ഇവിടെ. മറ്റേ 10 മണി മറ്റേ 2-3 ലെയറുള്ള ഇല്ല, അത് കുഞ്ഞിപ്പൂ കൊള്ളാലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സീനിയുടെ പോയിന്റ് ഇതല്ലേ. ഇവിടെ പടവലും പാവലൊക്കെ പടർന്ന് ചേർന്ന പോലെ. അപ്പോൾ അതിനകത്തൊരു കിളി ഇരിപ്പുണ്ട്, തലയിലൊരു കൊമ്പ് പോലെയൊക്കെയുള്ളൊരു കിളി. നല്ല രസമുണ്ട് കാണാം, ഓറഞ്ചും ബ്രൗൺ ഒക്കെ ആയിട്ട്. അപ്പോൾ അതേ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ കുറേ പൂക്കൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണാനായിട്ട് അമ്മ ദിവസവും ഇനി രാവിലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലാം ഇടുന്നതായിരിക്കും, ഓരോ പൂ വെച്ച്. നല്ലൊരു ചെടിയാണ് കേട്ടോ. നോക്കി എൻ്റെ ഒരു കൈടത്തിലുള്ളത് ഇത് കണ്ടോ. നമ്മുടെ അരിപ്പൂ പോലെ ഇരിക്കുന്ന വെള്ള കുഞ്ഞു പോകാൻ കേട്ടോ. ഇത്തിരി ഉള്ളു. എൻ്റെ വിരലിൻ്റെ ഒക്കെ കാൽഭാഗത്തിൻ്റെ കാൽഭാഗം പോലും ഇല്ല കേട്ടോ. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ, കുറേ പൂക്കളുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അല്ലേ അമ്മ? ഏട്ടാ അപ്പൊ ഇത് ഏതേ സ്ട്രോബെറി ചെടി, സ്ട്രോബെറി പിടിച്ചെടുക്കുന്നുണ്ടോ? ഇത് ഗന്ധരാജനല്ലേ ഇത്? പിന്നെ നല്ല മണവാ. ഓ അമ്മ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങോട്ട് വരുന്നത്. മരിഗോൾഡ് ഇല്ല, അത് 2 ഡബിൾ കളറാണ് കേട്ടോ. ഇത് ഓറഞ്ച് റെഡ് കൂടെ മിക്സ് ആയിട്ട് കൊള്ളാല്ലേ. നിറച്ച് ഇവിടെ നിറച്ച് ഇല ഉള്ളതിനെക്കാട്ടും കൂടുതൽ പൂവാണേ. അതൊക്കെ റോസാണോ കൊല കൊലയായിട്ട് തീപ്പെട്ടി കൊണ്ടുവരാം. തുമ്പത്ത് മരുന്നുമായിട്ട് കൊള്ളാല്ലേ. എൻ്റെ ഒരു വിരലിൻ്റെ എത്ര നീളം ഉണ്ടെന്ന് ഇത്ര ഉണ്ട്. ഇത് നിറച്ച് ഇപ്പോഴത്തെ പടർന്ന് കയറുന്നതായിരുന്നു. അത് എനിക്ക് നിറച്ച് സൂര്യകാന്തിയാണ് കേട്ടോ. കുറേ നമ്മൾ വന്നപ്പോൾ കുറേയൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്, എന്നാലും കുറേയൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്, വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ പച്ച ഇതൊക്കെ നമ്മുടെ അവിടെ കാണുന്ന പോലത്തെ ചെടിയാണ്, പക്ഷേ ഇതിലിങ്ങനെ വെള്ളപ്പൂ പിടിക്കത്തില്ലേ. പിന്നെ ഇത് കണ്ടാ, ഇത് വിരിഞ്ഞു തുടങ്ങുന്ന ഒരു സൂര്യകാന്തിയാണ് കണ്ടോ. വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ സൂര്യകാന്തി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരുവിക്കടി വെള്ളച്ചാട്ടത്തിൽ പോയപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകത്തില്ലേ, അതുപോലെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ല, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നമുക്കതൊന്നും പോയി കണ്ടല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമാണേ, മീനൊന്നും ഉണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അവിടെ, നല്ല തണുത്ത കാറ്റുമുണ്ട്. പുഴയുടെ കൂടെ നമ്മളും പോകും. അങ്ങനെ പുഴയുടെ ഒഴുകുന്ന ആ ഒരു തേൻ കുടിക്കുവാനൊക്കെ. കൊലവലായിട്ട് പിടിച്ചേക്കുന്ന റോസ അല്ലേ. നമ്മളൊരു സൂര്യകാന്തി ചെടി നട്ടാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ്
എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, എങ്ങനെയാണ് വീട്ടിൽ പിടിക്കുന്നത്. അനുഭവമാണ് ഗൈസ്, അനുഭവം. ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ ഈ വെള്ളയും നീല കളറിൽ ഹൈഡ്രാഞ്ച് ചെയ്യണം കേട്ടോ. നോക്കി മൊത്തം നിറച്ച് പൂത്തിട്ടുണ്ടേ. ഇത് പച്ച കളർ ഡെൽഫിനിയം അതിൻ്റെ പേര്. ഇതാ സംഭവം നമ്മൾ സൈഡ് ഒട്ടങ്ങണ്ട ഏലൊക്കെ ഉണ്ടോ, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയുന്നില്ലേ. ബോൾ പോലെ ഇരിക്കുന്ന നമ്മുടെ ഇത് കളർ നടന്നു. ആ കൃഷ്ണ തുളസി പോലെ ഇരിക്കണല്ലേ. ഈ ഇല കൊള്ളാം അല്ലേ. അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നാലുണ്ടല്ലോ ഏറ്റവും ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ഒരു പൂവാണ് കേട്ടോ. എവിടെ പോയാലും ഏത് സൈഡിൽ നോക്കിയാലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ഈ പൂ കാണും കണ്ടോ. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഇവിടെ അവിടെ നിന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയാൻ വരുമായിരുന്നു അതിന് ചെറിയ വേർഷം പോലില്ലേ ഇത്, അതേപോലത്തെ പൂ തന്നെ കുഞ്ഞു പൂ കണ്ട. ഇത് ഡാൻഡിലിയൻ ആണതേ, മൂക്കി കയറാൻ നോക്കിയ. അതെനിക്ക് ഒന്ന് തുണി വെച്ചുണ്ടാക്കിയാണെന്നല്ലേ കൊള്ളാം. ഉള്ളാന്തൂറിയം. അതെ, വെള്ള കളറ്, റെഡ്, മഞ്ഞ, മിക്സ്ഡ്, ഡബിൾ കളറ് എല്ലാം ഉണ്ട്.